നമസ്കാരം, എൻ്റെ പേര് രേഖ ഹരീന്ദ്രൻ. നമസ്കാരം, എൻ്റെ പേര് രേഖ ഹരീന്ദ്രൻ. ഞാനിവിടെ പണ്ട് ഹരിശ്രീ റെക്കോർഡിംഗ് സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്ത ഹരീന്ദ്രൻ്റെ മോളാണ്. പണ്ട് അച്ഛനൊരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു, പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ. അതിൽ ഒരു ചെറിയൊരു റോള് ചെയ്തായിരുന്നു, ജസ്റ്റ് ഒരു ക്വിക്ക് 1 ഡയലോഗിലുള്ള റോള്. അപ്പം തുടങ്ങിയ ആ സിനിമയോടുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ചെക്ക്മേറ്റ് എന്നൊരു സിനിമേൻ്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ അതൊരു ഭയങ്കര ഒരു ഭാഗ്യമായി തോന്നി. എൻ്റെ റോള് ജെസ്സി എന്ന റോളാണ്. ഒരു ഫുൾ 360 ഡിഗ്രി ക്യാരക്ടറിലെ റോളാണ്. ഓൾ ടൈപ്സ് ഓഫ് ഇമോഷൻസ്, റൊമാൻറ്റിക്, കുറച്ച് കളത്തരം കാണിക്കുന്ന, പക്ഷേ വെരി എംബിഷ്യസ് ഗേൾ, അങ്ങനത്തെ ഒരു ടൈപ്പ് റോളാണ്. ഈ സിനിമയ്ക്ക് എനിക്ക് ആക്ച്വലി കേരള ക്രിറ്റിക്സ് അവാർഡും കിട്ടി ഫോർ നവാഗത ആക്ട്രസിന്. ചെക്ക്മേറ്റ് കംപ്ലീറ്റ്ലി US ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. പക്ഷേ മലയാളി ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസും എല്ലാം ഉള്ള സിനിമയാണ്. അപ്പോൾ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമ്മളിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഞാൻ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ അമേരിക്കൻസും അവരുടെ ഇപ്പം എനിക്കൊന്ന് റാൻഡ് ചെയ്ത ഒരു ഇന്റർവ്യൂവിൽ അത് പറയുകയും ചെയ്തു. അവർക്ക് ഭാഷ എന്ന് പറയുന്നതിനെക്കാട്ടിലും മേലെയാണ് സിനിമ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും അവർക്ക് സിനിമയാണ് അവരുടെ ഇത്. അപ്പൊ റാൻഡിന്റെ അടുത്ത് എപ്പോഴും ചോദിക്കുക, നീ പറയുന്നതല്ല ഓക്കെ, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്ത് ഈ പറയുന്നത്. അപ്പൊ ഞാൻ വെയിറ്റ് കാരണം ക്യാമറ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് 4 മണിക്കൂർ സ്കെഡ്യൂൾ കവർ ചെയ്യണം, ആളുകൾക്ക് ഓവർ ടൈം കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ ആ ഒരു കാരണം സ്ക്രിപ്റ്റ് ഓൺ റെക്കോർഡ് മാറ്റി. അപ്പൊ ഞാൻ റാൻഡിന്റെ അടുത്ത് പറഞ്ഞു, എല്ലാം പറഞ്ഞുതരാം, ഈ ഷൂട്ടെല്ലാം കഴിയുമ്പോൾ അല്ലല്ല എനിക്ക് അതിനുള്ള ഇമോഷൻസ് എല്ലാം ലോക്ക് ചെയ്ത് വെച്ചോളൂ, ഒന്നും നോക്കണ്ട, ഒന്നും കളയണ്ട, ലോക്ക് ചെയ്ത് വെച്ചപ്പോൾ എന്നിട്ട് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, ലാൽ സാറ് സ്ട്രോക്ക്, സ്റ്റോപ്പ്, ഷട്ടപ്പ് എന്ന് പറയും, അപ്പം നീ അടിച്ചോണം, ഷട്ടപ്പ് എന്ന വാക്കാണ് നിന്റെ ക്യൂ എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് വരെ പോയിട്ടുണ്ട്. അപ്പം അവർക്ക് സിനിമ എന്ന് പറയുന്നത് ഭാഷ, ദ വേ യു ലുക്ക്, ദ വേ യു ഡ്രസ്, അതിനെക്കാട്ടിലൊക്കെ മേലെയാണ്. അതുകൊണ്ട് ആളുകളായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരെല്ലാം പ്രൊഫഷണൽസ് അല്ലേ, അപ്പം അങ്ങനെ പ്രൊഫഷണൽസ് ആകുമ്പോഴത്തേനും അങ്ങനത്തെ ഒരു ഈഗോ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ അഭിനയിക്കുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഡിസ്കണക്ട് ഫീൽ ചെയ്തില്ല. അപ്പം അവര് ഫോറിനേഴ്സ് ആണ്, നമ്മൾ ഇന്ത്യൻ ബേസ്ഡ് ആണ്, അങ്ങനെ ഒരു ഫീൽ ഒന്നും കിട്ടിയില്ല. ഇമോഷൻസ് കൺവേ ചെയ്യുമ്പോൾ നമ്മൾ ജെന്യൂൻ ഇമോഷൻസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അവരും അതേപോലെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റർ മാത്രമേ ഉള്ളൂ. രതീഷ് എപ്പോഴും പറയുന്നത് നമ്മൾ കൂടുതൽ ഹൈ പോകണ്ട, അല്ലെങ്കിൽ ഈ ഒരു മീറ്ററിൽ നിന്നാൽ മതി. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ആ ഒരു ടെമ്പോ കീപ്പ് ചെയ്ത് പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരോട് വർക്ക് ചെയ്യാൻ.